വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ തമിഴിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഫേസ് പാക്കിൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ഇടാമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കും. നിങ്ങൾക്ക് കൂടെ ആ ടിപ്പ് ഒന്ന് പറഞ്ഞു തരാമെന്ന്. ഞാൻ ഈ ഒരു ടിപ്പ് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. എനിക്ക് നല്ല രീതിയിൽ ഒരു ഉപകാരപ്പെട്ടു എനിക്കതൊന്ന് തേച്ചപ്പം. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫേസിന് എനിക്ക് ഒരു പണി കിട്ടി. അതിൻ്റെ ഭാഗമായി കുറേ അലർജി ഉണ്ടായി. ഫേസിലും തലയിലും ഒക്കെ അലർജിയായി ഞാൻ ഹോസ്പിറ്റലൊക്കെ കുറേ പോയി. അങ്ങനെ ഇപ്പോൾ അതൊന്ന് മാറി വന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. അതിൻ്റെ പെയിനൊക്കെ കാര്യങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെടുത്തു. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് മാറി കിട്ടിയതേ ഉള്ളൂ. 2 ദിവസം ആയതേ ഉള്ളൂ കുറഞ്ഞിട്ടൊക്കെ. അപ്പം ഞാൻ സ്കിൻ കെയർ എല്ലാ നാച്ചുറൽ ടിപ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സൈഡിലൊരു ഫോട്ടോ ഞാൻ കൊടുക്കാം. ഇവിടെ അതിൽ നിന്നൊക്കെ ഞാൻ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയതിൻ്റെ ഇത്രയും കളർ വെച്ചത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഒരെണ്ണം ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതാണ്. അതുകൂടെ യൂസ് ചെയ്തപ്പോൾ ഇച്ചിരി എഫക്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസറായിട്ടുള്ളൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ കണ്ട ടിപ്പാണ്. നമ്മൾ അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാൻ തോന്നി. അപ്പോൾ ഞാൻ തേച്ച് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ പറ്റിക്കില്ല എന്നൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ആണിത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആവുന്നു. നമുക്ക് ഇതുവരെ 611 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട്, സബ്സ്ക്രൈബർ ചെയ്യാതെ പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ പകുതി കണ്ടിട്ടാണെന്ന് അറിയില്ല, സ്കിപ്പ് ചെയ്തിട്ടാണൊക്കെ കാണുന്നവരുണ്ട്. എനിക്കറിയാൻ പറ്റുന്നുണ്ട് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നോട് ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഏത് തരം വീഡിയോസും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാറ്റിയിടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. നമ്മുടെ ചാനൽ കാണുമ്പോൾ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് എന്നുള്ളതൊന്ന് ഞെക്കിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ നമുക്കത് വരും വരേക്കും മാറ്റാം. ഇപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് കുറച്ചൊക്കെ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ. എൻ്റെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഈ ഫോൺ വെച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എല്ലാം. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് വിടുക. വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 4 ഇൻഗ്രീഡിയൻസ് വേണം. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഇത് ഓറഞ്ചിൻ്റെ പൊടിയാണ് കേട്ടോ. ഞാൻ ഉണക്കി പൊടിച്ചതാണ്. ഓറഞ്ച് മേടിക്കുന്ന സമയത്ത് ഓറഞ്ച് മേടിച്ചതിൻ്റെ തൊലി കളയാതെ അത് വെയിലത്ത് വെച്ച് ഉണക്കി കുറേ ഉണക്കി എടുത്തിട്ട് പൊടിച്ച് അരിക്കണം. കുറേ പൊടിച്ചരിച്ചില്ല, അതിനകത്ത് കുറേ അഴുക്കുകളൊക്കെ കാണും. അപ്പം അതെല്ലാം പൊടിച്ച് പാറ്റി എടുത്തിട്ട് വെച്ചതാണിത്. ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വെട്ടം കാരണം. ഇത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ വെച്ചിട്ട് പൊടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും വേണം നമുക്ക്. ഒരുപാട് നൈസായിട്ട് ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടത്തില്ല, എന്നാലും ചെറുത്ത അരിപ്പാണ്. ഇരട്ടി മധുരം ഇല്ലേ, അതാണ്. അത് നമുക്ക് ഈ ആയുർവേദ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അവർ തരും. അവിടുന്ന് ഞാൻ പൊടിയായിട്ട് മേടിച്ചതാണ്. അവിടെ പൊടിയല്ലാതെ അതിൻ്റെ ഇത് കിട്ടും, പൊടിച്ച് നമുക്ക് എടുക്കാൻ മേടിച്ചിട്ട്. ഇത് ഞാൻ പൊടിയായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് 30 രൂപ കൊണ്ടേ ഉള്ളൂ. പാലാണ്. ഞാൻ ഇത്രയും പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് 3 എണ്ണം കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് പറ്റാം. അപ്പോൾ നമുക്ക് ആദ്യം ഉലുവ ഇടാം കേട്ടോ. ഉലുവ നമുക്ക് പൊടിച്ച് വെച്ചത് ഇതിനകത്തോട്ട് കുറച്ചിടാം. എല്ലാം ഒരു അളവിലേ എടുക്കാവുള്ളൂ. ഓരോന്നിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കണം. അതിനുശേഷം ഓറഞ്ചിൻ്റെ പൊടി ഇടാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്ന ഓറഞ്ചിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇടാം. അതും അതേപോലെ തന്നെ 3 എണ്ണം ഒരേപോലെ നിങ്ങൾ അളവിലെടുക്കണം. അപ്പം ഇത് 3 എണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതോടെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ടവർക്ക് ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം, അല്ലാത്തവർക്ക് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഈ ഒരു ടെക്സ്ചറിൽ എടുക്കുക. ഇതുപോലെ കുറുക്ക് ആയിട്ടുള്ള രീതിയിൽ എടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം കൂടരുത്. ഞാനിപ്പോൾ 2ാമത് പോയി ഒഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടിയോ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് കൂടിയാൽ കുറച്ച് 3 പൊടിയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്തിട്ട് തേക്കാൻ ശ്രമിക്കണം കേട്ടോ. നല്ല രീതിയിൽ ഫേസ് വൃത്തിയാക്കിയതിന് ശേഷം തേക്കാവുള്ളൂ. ബ്രഷ് യൂസ് ചെയ്യുന്നവർക്ക് ബ്രഷ് ഇട്ടും തേക്കേണ്ടത്. ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രഷ് ഇട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരു ഇഷ്ടങ്ങളാണല്ലോ, അപ്പോൾ ആ രീതി ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ബ്രൈറ്റനിങ് ക്രീം ഫേസ് മാസ്ക് ആണ് കേട്ടോ. മുഖമൊക്കെ ഒന്ന് ഇരുണ്ടിരിക്കുന്നവരൊക്കെയാണ് ഒന്ന് ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം അറിയാം. പക്ഷേ ഇതിനകത്തെ ഒരു ടിപ്പ് ഞാനൊരാളുടെ കയ്യിൽ നിന്ന്, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അതോടെ തേക്ക് വെച്ചുകൂടെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ 2 സാധനങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പം
അതും കൂടെ കിട്ടിയപ്പോൾ നല്ല ഒരു ടെക്സ്ചർ, മുഖത്തിന് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കഴുത്തി പറ്റുന്നില്ല, കഴുത്തി പറ്റാൻ നിങ്ങൾ മറക്കരുത്. ഞാനിപ്പോൾ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. കൈ നിങ്ങൾക്ക് പറ്റാൻ കാണിക്കാം. കൈ കണ്ടാൽ നിങ്ങൾ തിക്കായിട്ട് ഉണക്കി വെക്കരുത്. ഒന്ന് ചെറിയ രീതി ഉണങ്ങുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുക. ഒരുപാട് ഇട്ടാൽ നമ്മുടെ സ്കിന്ന് തന്നെ ഡ്രൈ ആയിപ്പോകും, അതുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇതുണ്ട്, അതുകൊണ്ട് അപ്പോൾ നമുക്ക് തുടച്ച് നോക്കിയാലോ. അപ്പം ഒരു വൈപ്പ് ഇട്ട് തുടയ്ക്കുന്നതായിരിക്കും നല്ലത് കഴുകുന്നതിനെക്കാട്ടിലും. അപ്പോൾ പാത്രമൊക്കെ എടുക്കണമെങ്കിൽ വീട്ടിൽ കറിയൊന്നും വിളമ്പാത്ത പാത്രം എടുക്കണം. നമ്മുടെ മുഖം ഫേസ് നിങ്ങൾ അതുകൊണ്ടായിട്ടാണ് പറയുന്നത്, കറിയുടെയൊക്കെ എണ്ണമയ വരും. അപ്പം ഇതുപോലത്തെ ഒരു വൈപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ, ഇതറിയാവുന്ന ഫേസ് കുറച്ചുകൂടെ വെളുപ്പം തോന്നുന്നു. എനിക്കറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ ഒരുപാട് നേരം ഉണക്കണ്ട കേട്ടോ. ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് കഴുകുമോ അല്ലെങ്കിൽ ഇതുപോലെ തുടച്ചാൽ മതി. നേരത്തെക്കാളും ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നുന്നില്ല ഗൈസ്, എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇപ്പം ഫോണിൽ കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടും. നമ്മുടെ ഫേസിലും കയ്യിലുള്ള ടാനും മാറിയതുകൊണ്ട് അവ രണ്ട് ഉപകാരം നമുക്കുണ്ടായിട്ട് കണ്ട. എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ കളർ വെച്ചാൽ ഞാൻ രണ്ട് കണ്ടുപിടിക്കുന്നു കേട്ടോ. കണ്ട, ഒരേപോലെ തന്നെ കളർ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കും കേട്ടോ ഇത്. എൻ്റെ ഈ പഴയ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം കളറുള്ള ഒരാളായിരുന്നു ഞാനെന്ന്. അതിൽ നിന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കളറ്. ഞാൻ എൻ്റെ ബോഡി ഫുള്ള് തേക്കുന്നവർക്ക് തേക്കാം ഇത്. മിനിമം ഒരുപാട് വെളുത്ത് പാറാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ. നമുക്ക് മുഖത്തെ ടാനും അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫേസ് മാസ്കാണിത്. ഇത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല. മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. കുറച്ച് പേർക്കെങ്കിലും സാധനങ്ങൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഉണ്ടല്ലോ. ഓറഞ്ചിൻ്റെ പൊടിയാണെങ്കിലും കടയിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ഓറഞ്ച് ഉണക്കി പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. മറ്റേ ഇരട്ടി മധുരവും പൊടിക്കാൻ മേടിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിനകത്തോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി. നമ്മൾ ചാനലിൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് പോകണം. നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നെഗറ്റീവ് പറയുന്നവരൊക്കെയാണ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ വീഡിയോ എത്രയോളം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിനും എല്ലാവർക്കും ടാറ്റാ.